6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ, ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണുക എന്ന് പറയില്ല. നമ്മളിങ്ങനെ ഓരോന്ന് കാണുക, അറിയുക, ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞുതരാം. പൊന്നാര സഹോദരിയുടെ എനിക്ക് പറയാനുള്ളത്, 5 നേരം നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, കള്ളുടിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, തലയിൽ തട്ടം ധരിച്ചുകൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ട് സ്ത്രീകൾ നടക്കുക, മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഞാനും നീയും അടക്കമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈ മദ്രസയിൽ, ഈ പറയുന്ന മദ്രസയിൽ, നിനക്ക് ദേഷ്യം വരുന്ന ഈ മദ്രസയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ ദേഷ്യം വരുന്ന ഈ മദ്രസയിൽ ഞാൻ നീയും അടക്കമുള്ള മുസ്ലിം സഹോദരങ്ങൾ പഠിച്ചത്. ഇനിയുള്ള മുസ്ലിം സഹോദരങ്ങൾ പഠിക്കാൻ പോകുന്നത് അത് പഠിക്കും. എന്താ മദ്രസ പഠിപ്പിച്ച് തുറുവാതാണോ, കൊല്ലാൻ പറയണാണോ? അല്ലല്ലോ. ആര് കൊല്ലാനും തുറുവധിക്കാനൊന്നും മദ്രസയിൽ പറയണില്ല, മനസ്സിലായോ? അതുകൊണ്ട് കേൾക്കുമ്പോൾ ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ദേഷ്യം വരിക. ഇത് കേട്ടിട്ട് എനിക്കാണ് ദേഷ്യം വരുന്നത്, തമാശയല്ല. എൻ്റെ തലയിലെന്താ മറ്റേ ചാണകമാണോ, ചാണകം ബെതറേക്കാണോ തലയിൽ? തമാശയല്ല, കളിമണ്ണ് കൊണ്ട് മൂടിയേക്കാണോ? ഇത് പറയുമ്പം 6ാം നൂറ്റാണ്ട് വണ്ടി കയറിയിട്ടില്ല എന്നെ പോലത്തെ കുറച്ച് പുരോഗമന ചിന്തക്കാർ എന്നോട് പറയും, ഒരു ചുക്കില്ല, ചുണ്ണാമ്പില്ല, തേങ്ങയില്ല, മാങ്ങില്ല. പിന്നെ വേറെ കാര്യം, മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ് ഞാൻ. ഇതിനെക്കാട്ട് കൂടുതൽ പഠിച്ച ആളാണ് ഞാൻ. നല്ല കാര്യങ്ങൾ ഇന്നും പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോഴാണോ ദേഷ്യം വരുന്നത്? ഇത് കേൾക്കുമ്പോഴാണോ മദ്രസയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കുമ്പോൾ, ലോകം കാണുമ്പോൾ, ലോകത്തൂടെ സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞാണ്ട് വലിയ വീമ്പളക്കിയിട്ട് എന്താണ് സഹോദരി? ശ്രദ്ധിക്കണ്ടേ? ഓരോരുത്തരും മൈക്ക് നീട്ടുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ബോധം പൊക്കണമില്ലാത്ത വർത്താനം പറയാൻ വേണ്ടോ സഹോദരി? എന്താണ് സഹോദരി ഇങ്ങനെയൊക്കെ ആയാൽ? അല്ലേ? ബൈ റസ്മിൻ, ബൈ.